സാലി കിച്ചൺ. ഇന്നത്തെ റെസിപ്പി നല്ല സിമ്പിളായിട്ട് തീ പോലും കത്തിക്കേണ്ട എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്വിസ് റോളിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ചോക്ലേറ്റ് സ്വിസ് റോള്. ഇതിൽ ക്രീമോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സ്വിസ് റോൾ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ട്, കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു റെഡ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഒന്നങ്ങ് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പം ഇതുപോലൊരു ബെല്ലൈക്കൺ തെളിഞ്ഞ് വരും. അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യണം, നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു 25 മാരി ബിസ്ക്കറ്റാണ് ആവശ്യമുള്ളത്. ഞാനിപ്പോൾ മാരി ബിസ്ക്കറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. പാർലിജി ബിസ്ക്കറ്റ് ഉണ്ടല്ലോ, അത് വെച്ചിട്ടായാലും ചെയ്യാം. ഇതാ ഇതുപോലത്തെ ബിസ്ക്കറ്റ്. ഇതിപ്പോൾ ഒരു 25 എണ്ണം നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് മാറ്റാണ്, ഒന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ബിസ്ക്കറ്റ് ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുക്കണം. അൺസാൾട്ടഡ് ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇനി ഒരു 2 ടേബിൾ സ്പൂണോളം കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുക. ആദ്യം ഒരു 3 ടീസ്പൂണോളം പാൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് നമ്മൾ മാവാക്കി എടുക്കുമ്പം അത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള പാൽ പിന്നെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അത് ആ ഒരു സമയത്ത് നോക്കിയിട്ട് ചേർത്താൽ മതി. പിന്നെ ഒരു 3 ടേബിൾ സ്പൂണോളം മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കണം. മിൽക്ക് മെയ്ഡാണ് ഇതിന് നല്ലൊരു മധുരം കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. പിന്നെ 1 ടേബിൾ സ്പൂൺ ചേർത്ത് പിന്നെ നമുക്ക് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള പാലും കൂടി ചേർക്കുന്നുണ്ട്. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നില്ല, അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ പാലൊക്കെ കുറവാണെങ്കിൽ ഒരു ക്രംബിളായിട്ട് ഇങ്ങനെ കിടക്കുക ചെയ്യുക. അപ്പോൾ നമുക്കത് പരത്തിയെടുക്കാൻ പറ്റില്ല. ഈ ഒരു പരുവത്തിൽ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുക്കണം. അറിയാമല്ലോ, നമുക്ക് പരത്തിയെടുക്കേണ്ടതല്ലേ. അപ്പോൾ ഇത് മാറ്റി വെക്കുക. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫില്ലിങ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ തേങ്ങ വെച്ചിട്ടുള്ള ഫില്ലിങ്ങാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഒരു 1/2 കപ്പോളം ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇല്ലെങ്കിൽ സാധാരണ ചിരവിയ തേങ്ങ വെച്ചിട്ടായാലും ചെയ്യാം. പക്ഷെ അത് പെട്ടെന്ന് കാലിയാക്കണം. അധികം അത് സ്റ്റോർ ചെയ്യാനൊന്നും പറ്റില്ല, പെട്ടെന്ന് തന്നെ അത് കേടായി പോവും. ഇതിലേക്കും 1 ടേബിൾ സ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനൊരു 4 ടീസ്പൂണോളം പഞ്ചസാര പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്കും പാൽ വേണം, നമുക്കതൊന്ന് കമ്പൈൻ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്. 1 ടീസ്പൂൺ മതിയാവും. എന്നിട്ട് നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കേ വേണ്ടൂ. നമ്മുടെ ഫില്ലിങ്ങും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതും മാറ്റി വെക്കാം. ഇനി ഇതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ബട്ടർ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ ഫോയിൽ പേപ്പർ വെച്ചിട്ടായാലും ചെയ്യാം. ഇനി ഒന്നും ഇല്ലെങ്കിൽ നമ്മുടെ ബ്രെഡിൻ്റെ പാക്കറ്റ് ഉണ്ടല്ലോ, അതിൽ ഓയിൽ ബ്രഷ് ചെയ്തിട്ട് പരത്തിയെടുത്താലും മതി. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ മാവൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇത് പരത്തിയെടുക്കണം. അപ്പോൾ റോളറിൻ്റെ മുകളിൽ കുറച്ച് ഓയിലൊന്ന് തടവി എടുക്കുന്നുണ്ട്, ഒട്ടിപ്പിടിക്കാതെ കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പതുക്കെ പതുക്കെ ഇങ്ങനെ പരത്തി കൊടുക്കാം. അതായിട്ട് റൊട്ടേറ്റ് ചെയ്യേണ്ട, പേപ്പർ റൊട്ടേറ്റ് ചെയ്തിട്ട് അങ്ങനെ പരത്തിയെടുത്താൽ മതി. അധികം തിന്നുമല്ല അധികം തിക്കുമല്ല. തിന്നായി പോയാൽ പിന്നെ നമുക്കത് റോൾ ചെയ്തെടുക്കുമ്പോൾ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ തിക്കായി പോയാൽ കഴിക്കാനും വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഒരു മീഡിയം തിക്നെസ്സിൽ വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ലെവലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തിട്ടൊന്ന് ഒഴിവാക്കുന്നുണ്ട്. കട്ട് ചെയ്ത പീസ് കളയൊന്നും വേണ്ട, കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റുള്ള സംഭവങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ഒരു തേങ്ങാ ഫില്ലിംഗ് ഉണ്ടല്ലോ, അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കണം. അപ്പോൾ റോൾ ചെയ്തെടുക്കുമ്പം ഇതുപോലെ പേപ്പർ വിട്ടിട്ട് അങ്ങനെ റോൾ ചെയ്യേണ്ട, കണ്ടില്ലേ മുറിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ പേപ്പറിനെ വെച്ചിട്ട് റോൾ ചെയ്തെടുത്താൽ മതി. അപ്പോഴാണ് സേഫായിട്ട് നന്നായിട്ട് റോൾ ചെയ്തെടുക്കാൻ പറ്റുക. ഇതുപോലെ പേപ്പർ തന്നെ അങ്ങോട്ടും ആക്കി കൊടുത്താൽ മതി. ഇതുപോലെ നന്നായിട്ട് തന്നെ നല്ല സേഫായിട്ട് തന്നെ ഞാൻ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രീസറിൽ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. അധികം ഒന്നും വേണ്ട, ഒരു 15 മിനിറ്റ് വെച്ചാൽ മതി. അപ്പം നന്നായിട്ട് തന്നെ സെറ്റായി കിട്ടും. ഇനി 15 മിനിറ്റ് കഴിഞ്ഞ ശേഷം കാണിക്കാം. അപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് കട്ട് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ എപ്പോഴും റോൾ കേക്ക് ഈ ഒരു രീതിയിലാണല്ലോ കട്ട് ചെയ്തെടുക്കൽ. അപ്പോൾ ഇങ്ങനെ തന്നെ കട്ട് ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണണ്ടേ എങ്ങനെയുള്ളതെന്ന് ഇതേപോലെ ഉണ്ടാവും. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. നല്ല ടേസ്റ്റുമാണ്. ബോണ്ടി ചോക്ലേറ്റിൻ്റെ ഒക്കെ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഈസിയല്ലേ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കുന്ന സമയം മാത്രമേ കുറച്ചധികം സമയമായിട്ടുള്ളൂ. ബാക്കിയൊക്കെ 5-10 മിനിറ്റ് കൊണ്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക്